السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. آمن تذكر جيران بسلامي ما زجت دمعا جرى من مقلة بدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള ഫിഖ്ഹ് മസ്അല ക്ലാസ് റൂമിലെ ബഹുമാനികളെ, അസ്സുആലു വൽ ജവാബ് ക്ലാസ് റൂമിലെ ബഹുമാനികളെ, ഖുർആൻ ഹദീസ് പഠനവേദിയിലെ ബഹുമാനികളെ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനാദരങ്ങൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, മഹത്തായ റബീഉൽ അവ്വൽ മാസം അതിൻ്റെ 1, 2, 3, 4, 5, 6 ദിവസങ്ങളൊക്കെ നമ്മളിലൂടെ ഇങ്ങനെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്. ഈ മഹത്തായ ദിവസങ്ങളിൽ പരിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൽ കൊണ്ട് ധന്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ഈമാനികമായ സന്തോഷം പങ്കിടുന്ന രീതി നാം തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും ഇതിലൂടെ പങ്കുവച്ചു. എനിക്ക് എൻ്റെ PM-ലായിട്ടും അല്ലാതെയും സഹോദരിമാരും മറ്റുമൊക്കെ ഇങ്ങനെ ഒരു ടെസ്റ്റ് കാണുന്നു, അതിനെന്താണ് ജവാബ്, അതൊന്ന് പറഞ്ഞു തരൂ. ഇങ്ങനെ പലതും ടെസ്റ്റുകളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ കാണാം. ചുരുക്കത്തിൽ ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കാറില്ല. കാരണം ഒരു സംശയമുള്ള വിഷയമാണെങ്കിലല്ലേ ഉള്ളൂ അതൊന്ന് അന്വേഷിക്കേണ്ടത്. സംശയത്തിന് വകയില്ലാത്ത ഒരു വിഷയത്തിലേക്ക് കടക്കാൻ നമ്മുടെ ടൈം നമുക്ക് ഇല്ല. ഉള്ള ടൈമില് വെറുതെ അതൊക്കെ വായിച്ചെടുത്ത് നോക്കിയാൽ ആ വായിക്കുന്നതിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വരുമ്പോഴേക്കിന് ആ ആദ്യം പറഞ്ഞതിന്റെ എതിരായിരിക്കും അവസാനത്തേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും പറയുന്നതെന്ത്, എഴുതുന്നതെന്ത്, ചിന്തിക്കുന്നതെന്ത്, ഇതൊക്കെയും പരസ്പരം വൈരുദ്ധ്യങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഞാൻ പറഞ്ഞത്, എന്താണ് എന്റെ സംശയം, എവിടെ നിന്നാണത് വന്നത് എന്ന് കേൾക്കുമ്പോൾ പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കിയ ആളുകൾക്ക് പെട്ടെന്ന് അതിൽ അത്ഭുതമല്ല തോന്നുക. ആ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാക്കുന്നവരുടെ അജ്ഞതയുടെ ഹിമാലയ പർവ്വതം എന്നേ അതിന് പറയാൻ പറ്റൂ. അങ്ങനെ മനസ്സിലാവും. പക്ഷെങ്കിൽ നാം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അത് കാലാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വസ്തുതകളും ആണ്. പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, പ്രവാചകനെ നേരിൽ കണ്ട കാലഘട്ടം, പ്രവാചകന്റെ സത്യസന്ധത മനസ്സിലാക്കിയ കാലഘട്ടം, പ്രവാചകന്റെ സകല ജീവിത രീതികളും നേരിൽ കാണാൻ അവസരം കിട്ടിയ കാലഘട്ടം, ആ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ഒട്ടനവധി ആളുകൾ പ്രവാചകനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രവാചകനെ
എതിർക്കപ്പെടാനും പ്രവാചകനെ അംഗീകരിക്കപ്പെടാതിരിക്കാനും പ്രവാചകനെ ഇകഴ്ത്താനും ചീത്ത പറയാനും എത്രത്തോളം മജ്നൂന് എന്നൊക്കെ ഖുർആനിൽ കണ്ടില്ലേ. ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ത്വര ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ നമ്മെപ്പോലുള്ള നമ്മുടെ സഹോദരന്മാരുടെ വിഷയം അതല്ല. അത് ശരി തന്നെയാണ്. ഒരു നിലക്ക് പറഞ്ഞാൽ ഇഖ്ലാസ് മൂത്തത് കൊണ്ട് പറഞ്ഞതാണോ, അല്ല ഇഖ്ലാസ് കുറഞ്ഞത് കൊണ്ട് പറഞ്ഞതാണോ, അതോ ഏതോ ഒരു വസുവാസുകാരന്റെ വലാലിയത്തിന്റെ പിന്നിൽ പിടിച്ചു തൂങ്ങിയപ്പോൾ വന്നതാണോ? ഇവിടെയൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത്. നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ തുടക്കം വന്നത് അലിഫ് ലാം മിൻ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആ പരിശുദ്ധ ഖുർആനിൽ അവസാനിക്കുന്നത് മിനൽ ജിന്നതി വന്നാസ്, ജിന്ന് വർഗത്തെ തൊട്ടും നാസ് വർഗത്തെ തൊട്ടുമാണ് കാവല് തേടുന്നത്. അതിലും ഒരു അത്ഭുതം, അവസാനമായ പദം അത് പ്രയോഗിച്ചത് വന്നാസ്, നാസ് എന്നാണ്, മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യന്റെ പ്രശ്നം തന്നെയാണ്. ജിന്നുകൾക്കൊക്കെ കുറച്ച് പരിധി ഉണ്ടായിരിക്കാം, അതുപോലെ മറ്റ് ജീവജാലങ്ങളിലും പരിധിയുണ്ട്. പക്ഷെ പരിധി വിട്ടുകൊണ്ട് അനധികൃതമായിട്ടുള്ള കടന്നുകയറ്റവും ചിന്താഗതിയും ഒക്കെ വരുന്നത് മനുഷ്യനിൽ തന്നെയാണ്. ആ മനുഷ്യന്റെ പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്നക്ക അല്ല വലക്കത് കറംനാ ബനി ആദം, ആദം സന്തതികളെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പല ഗ്രൂപ്പിലും ഫത്തുഹുൽ മീൻ അൽഫിയ എന്ന ക്ലാസ് റൂമില് 1-2 സംശയങ്ങൾ കണ്ടു. നമുക്കറിയാം നമ്മുടെ ലേഡീസ് ഗ്രൂപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ അതിലും കണ്ട്. മറ്റുള്ളവർ ചില PM-ലും വന്നിട്ട് ചോദിക്കുന്നു. അവിടെയൊക്കെ പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ നാം കൊണ്ടുവന്നു. ഇന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പറഞ്ഞ വാക്കുകളിലൂടെ നിങ്ങൾ നിങ്ങളുടെ ചിന്താ മണ്ഡലത്തെ വികസിപ്പിക്കുക എന്നേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതിന് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട, ആ പറഞ്ഞതിലൂടെ വീണ്ടും ആലോചിക്കാനുള്ള അവസരമുണ്ട്. ഇത് ആലോചിക്കാൻ വേണ്ടിയുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ കാണുന്നത്, എന്നല്ലാതെ മുഴുവനും എടുത്തുകൊണ്ട് പറയുന്നതല്ല. അഖീഖാർത്തതാണ് പോൽ പ്രവാചകൻ നബിഹീനത്തിന് എന്നൊക്കെ പറയുന്ന ചില ബോർഡുകൾ കണ്ടു. ആര് പറഞ്ഞു അത് അങ്ങനെയാണ് എന്ന്? അതിമത്തന്നെ പിടിച്ചു തൂങ്ങിയിട്ട് ഓടി നടക്കേണ്ട ആവശ്യമുണ്ടോ? അതിൽ നിന്നും വേണ്ട ചില ലക്ഷ്യങ്ങൾ അതിനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് വെച്ച് അത് തന്നെ അല്ലാന്നുണ്ടോ? ഒരാൾ പറയുന്നു ഞാൻ ഇവിടെ നിന്ന് ബോംബെയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരുത്തൻ പറയാണ് നീ ബസ്സിൽ പോയിട്ടില്ല. ബസ്സിൽ പോയിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞു കണ്ട് ഒച്ചമൂടി ഉണ്ടാക്കാൻ നിന്നാലോ? ബസ്സിലല്ല പോയത്, ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ പോയിട്ടില്ലെന്നാണ് ഒച്ച ഉണ്ടാക്കാണ്. അപ്പൊ പറഞ്ഞു പിന്നെ എയർ ബസ്സിലാ പോയത്. അങ്ങനെ എന്തിനെങ്കിലും ആവാലോ. അപ്പൊ അവിടെ എത്തി എന്നുള്ളതാണ് ഇവിടെ ഉള്ളൂ. എന്ന മാതിരി പ്രവാചക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്നതിൽ തർക്കിക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. ഈ പറഞ്ഞ വിഷയം കൊണ്ട് തിരിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ അത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ എന്താ സഹോദരന്മാരെ ഇത്ര വിഷമുള്ളത്? അതിനുള്ള ബുദ്ധിയെങ്കിലും നമ്മൾ കണ്ടെത്തണ്ടേ എന്നാണ് ആലോചിക്കപ്പെടേണ്ടത്, എന്നാണ് ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. വളരെ വ്യക്തമായി തന്നെ കാര്യം നാം വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കപ്പെടേണ്ട വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. കാരണം പിന്നെ പറഞ്ഞുകൊണ്ടുവരുന്നു പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിനെ പറയാൻ പറ്റുമോ, അത് കൂടിയിരുന്ന് പറ്റുമോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ അവിടെയൊക്കെ ചിലപ്പോൾ സമാധാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം, അത് അവിടെ ഇരിക്കട്ടെ. എന്നാൽ പിന്നെ പറയുന്ന ചില ആരോപണങ്ങൾ കേൾക്കാൻ സാധിച്ചു. പക്ഷെ അത് ആര് പറഞ്ഞു? ഒരാളുടെയും പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ ടെസ്റ്റുകൾ വായിക്കാറുമില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ള ചില തെളിവുകൾ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ അങ്ങനെ നമ്മുടെ സഹോദരന്മാര് ബുദ്ധിയും വിവേകവും അഭ്യസ്തവിദ്യരായിരിക്കുന്ന ആളുകൾ അങ്ങനെ പറയൂ? ഇല്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. പറഞ്ഞിട്ടില്ല എന്നീ പറഞ്ഞതിന് അർത്ഥവുമല്ല. പക്ഷെങ്കില് പ്രവാചക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന മൗലിദ് കിതാബുകൾ നമ്മുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പാടിയ ഉദ്ദാവ് ബെയ്ത്ത് നമ്മുടെ കൈവശമുണ്ട്. അല്ലഫുൽ അലിഫ് നമ്മുടെ കൈവശമുണ്ട്. അങ്ങനെ പല ബെയ്ത്തുകളും പ്രവാചകനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാനത്ത് സുആദ പോലുള്ളതിലൊക്കെയും വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ പഴയ കാലത്ത് സാഹിത്യത്തിൽ മുമ്പിൽ നിന്നിരുന്ന കാവ്യരചനകളുമായിരുന്നു. അതുപോലെ തന്നെ സബോമൊല്ലക്കിൽ കാണാനും സാധിക്കും. കാരണം അവരൊക്കെയും അത്രക്കും ആ സാഹിത്യത്തിന്റെ ഉച്ചുംഗതിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ഷെയറുകൾ രചിക്കുകയും ചെയ്തിരുന്നവരാണ്. ചരിത്രങ്ങൾ നമുക്ക് പാഠം നൽകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് അവിടങ്ങളിലൊക്കെയും അരുതാത്തതൊക്കെ വരുന്നുണ്ട് എന്നതാണ് പോലും ചില വോയിസുകൾ കേൾക്കാൻ സാധിച്ചത്. അങ്ങനെ ഉണ്ട് എങ്കിൽ ചെറിയൊരു അപേക്ഷ ഞാൻ മുമ്പിൽ വെക്കട്ടെ. എന്നിരുന്നാലും പ്രവാചകന്റെ മദ്ഹ് പറയണ്ട എന്നെന്തിനു പറയണപ്പോൾ?
അങ്ങനെയാണെങ്കിൽ ഇവന് ഈ പറയുന്ന ആളുകൾക്ക് എന്തു ചെയ്യാമായിരുന്നല്ലോ? ആ പറയപ്പെട്ട മോശമായ ഭാഗം മാറ്റിയിട്ട് മോശമല്ലാത്തത് എടുക്കാലോ എന്നും ചിന്തിക്കാലോ. എടുക്കണമെന്നോ ഒഴിവാക്കണമെന്നോ നിങ്ങൾ അതിലേക്ക് വരണമെന്നോ എന്നുള്ള വിഷയം വിശദീകരിക്കുകയാണ്. കാരണം നാം പറഞ്ഞിട്ട് ആരും വരികയോ പോവുകയോ ഒന്നുമില്ല. അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയാണ്. പക്ഷെ നമുക്കൊരു ധർമ്മമുണ്ട്. നമ്മുടെ ധർമ്മം എന്താണ്? സത്യസത്യമായ കാര്യങ്ങൾ ഇസ്ലാമിക പ്രബോധന രീതിയിലേക്ക് ഇറങ്ങുക, അത് എത്തിക്കപ്പെടുക എന്നുള്ളതാണ്. അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തുക. അത് നടത്തുമ്പോൾ ഈമാനികമായിട്ട് ആ അചഞ്ചലമായ ഈമാനും വിശ്വാസം പ്രവാചക സ്നേഹവും ഉള്ള ആളുകൾ കടന്നു വരും, അതിലേക്ക് അടുത്തു വരും, അതിൽ നിന്ന് മാറി നിൽക്കുകയില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, അടുത്ത ദിവസം നമ്മുടെ അടുത്ത രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിയുടെ വിയോഗം ഉണ്ടായപ്പോൾ അവിടെ ആളുകൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടില്ലേ? അവിടെ നമ്മൾ വേദം ഓതി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. എന്നാൽ എല്ലാവർക്കും പച്ച വെളിച്ചം പോലെ അറിയുന്ന കാര്യമാണ്. എന്നതുപോലെ എന്തോ ഒരു ചേട്ട മനസ്സിൽ കൂടിയിട്ട് ഒരു വിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ വിശ്വാസം മൂത്തിട്ടോ ആയിരിക്കാം പറ്റില്ല എന്ന് പറഞ്ഞു നടക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അത് ആ വഴിക്ക് അങ്ങോട്ട് വിട്ടേക്കാന്നല്ലാതെ അതിന്മേൽ തന്നെ പിടിച്ചു നോങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലിനെ ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ വഹലിയത്തിന്റെ ഒരു വഴിയിലേക്ക് ചിന്തിക്കാനോ നമ്മൾ പോകണ്ട. കുറച്ച് കാണിക്കേണ്ടതുമില്ല. പ്രവാചകനെ നാം കഴിയുന്നത്ര സ്നേഹങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അതൊരു ഈമാനികമായ ഉയർച്ചയെ ഉണ്ടാവൂ, അല്ല താഴ്ച ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കപ്പെടേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഘട്ടമാണ്. ഫൻഹാസിന്റെ ചരിത്രങ്ങൾ നമുക്കറിയാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലയുടെ മുമ്പിൽ ഫൻഹാസ് റസൂലുള്ളാഹിനെ മോശമായി പറഞ്ഞപ്പോൾ, പ്രവാചകന്റെ മദഹിനെ എതിർക്കപ്പെട്ടപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് കൊണ്ട് ആരെയും നോക്കിക്കാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കാരണത്തെ അടികൊടുത്തു എന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയാണ് ഇതൊക്കെ പറയണത്? ഇതൊന്നും ഇമാം നബവി തങ്ങൾ വെച്ച ഗ്രന്ഥങ്ങളിലല്ല. ഇന്നും വിപണിയിൽ കിട്ടുന്ന, നമുക്കറിയാം സൗദി അറേബ്യയിൽ നിന്നൊക്കെ ഇറക്കുന്ന ഖുർആനിന്റെ ചെറിയ തഫ്സീറുകളിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സത്യമാണ്, അംഗീകരിക്കപ്പെടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഹദിയുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കിതാബുകൾ ഇഷ്ടംപോലെ സൗദി അറേബ്യയിൽ നിന്ന്, മിസ്റിൽ നിന്ന്, ജോർഡാനിൽ നിന്ന്, ഈജിപ്തിൽ എല്ലാം ഇറക്കപ്പെട്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലുമുണ്ട്. അത് നമ്മൾ ഈ കോലത്തിൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നു, നമ്മൾ മദ്ഹ് പറയുന്നു. ഇതാണ് അതിന്റെ ഉള്ളിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദ്ഹിന്റെ ആ ആഴമായ ചിന്ത ഈമാനികമായിട്ട് ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മലക്കയായിട്ട് നമ്മൾ അതിലേക്ക് അടുത്തു പോവുകയാണ്. അങ്ങനെയാണ് ഉണ്ടാവുക. മറിച്ച് തെറിച്ചു പോവുകയല്ല എന്നതും വളരെ വ്യക്തമാണ്. നമുക്കറിയാം ഇന്ന വാക്കുകൾ പ്രയോഗിക്കാൻ പറ്റുമോ പ്രയോഗിക്കാൻ പറ്റുകയില്ലയോ എന്ന്. എനിക്ക് തന്നെ ഒരു അനുഭവം, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഹജ്ജിന് പോകുന്ന സമയത്ത് മദീന മുനവറയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിന്റെ മുമ്പിൽ ആ മെഹ്റാബിന്റെ അടുത്തിരിക്കുകയാണ്. മെഹ്റാബില് അവിടെ ഇപ്പോൾ ഇമാം നിൽക്കുന്ന ആ മെഹ്റാബില്, റൗള ഷരീഫ് ലേശം അങ്ങോട്ടാണല്ലോ, അവിടെ ഇരിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ഒരു തുർക്കിക്കാരനായ ആള്, അതുപോലെ മറ്റു വേറെ ഒരാള്, അയാളൊരു കുറച്ച് ദീനുമായിട്ടോ അല്ലെങ്കിൽ അറബിയിലൊക്കെ കുറച്ച് കഴിവുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇദ്ദേഹത്തെ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ അവിടെ ആളുകൾ കൂടി നിന്നുകൊണ്ട് പ്രവാചകന് സലാം പറയുന്നു, ദുആ ചെയ്യുന്നു. അതിനൊക്കെ എതിർക്കുക അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പറ്റാണ്, മോശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മെഹ്റാബിന്റെ മുകളിലൂടെ, അതായത് ഇപ്പോൾ നിസ്കരിക്കുന്ന ആ മെഹ്റാബിന്റെ ചുമരിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ചുമരിലേക്ക് നോക്കുമ്പോൾ ഈ തുർക്കാരൻ, അറബിയാണല്ലോ, അവർക്ക് അറബി അറിയാലോ, അദ്ദേഹം അവിടെ ഇങ്ങനെ വായിച്ചു അങ്ങനെ അദ്ദേഹം ചോദിച്ചു, അല്ല ആ എഴുതി വെച്ചത് എന്താ? അപ്പൊ അദ്ദേഹം കുറച്ചു നേരം നോക്കി അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു. അദ്ദേഹം പക്ഷെ അതിന് ജവാബ് കൊടുക്കുന്നില്ല. അദ്ദേഹം ജവാബ് കൊടുക്കാതിരിക്കാൻ കാരണം എന്താണ്? പഴയ കാലഘട്ടങ്ങളിൽ തന്നെ പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ട് ദുആകൾ ചെയ്തിരുന്ന വസ്തുത സത്യസന്ധമാണ് എന്നത് തെളിയിക്കുന്ന രേഖകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് കാല് വഴുതി വീഴുന്ന സമയത്ത് ഞങ്ങളെ കരകയറ്റുന്ന പ്രവാചകരെ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ഉണ്ടാവണം. ഞാൻ പോയതിരുന്ന 5 വർഷം മുമ്പാണ്. ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ഇപ്പോഴും അത് ആ സ്ഥലം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹം അതിന് മറുപടി കൊടുത്തില്ല, അത് വായിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ അടുത്തിരിക്കുന്ന നമ്മളെ ഒരു അറബിയായിട്ടോ എങ്ങനെയോ അവരെ ഏതാവട്ടെ, അപ്പോ ഞാൻ പറഞ്ഞത് വായിക്കാൻ കിട്ടും. ഞാൻ വായിച്ചു കൊടുത്തപ്പോ എന്താണ് അതിന്റെ മത്തലപ്പം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പിന്നെ എങ്ങനെ? അപ്പൊ അദ്ദേഹം അത് പറയലും കഴിയലും അത് സ്ഥലം വിടലും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ആളുകൾ അവിടം വരെയും അവിടെ ഇരുന്നിട്ട് വരെയും ഒരു ദുആയോ മറ്റോ ചെയ്യുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയും ആളുകളെ അകറ്റി നിർത്തുന്ന രീതിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് ഉണ്ട് എന്നത് വളരെ സത്യം തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ നമ്മെ പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെ എന്ന ഒരു പ്രഖ്യാപനം പരിശുദ്ധ ഖുർആൻ നടത്തുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മൾ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ കാണാൻ ലാസ്റ്റ് ഭാഗത്ത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫല്യഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അവിടെ വിശദീകരിച്ചിട്ടുണ്ട്, നബിയെ തങ്ങൾ പറയുക ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഒരു ചോദ്യത്തിന്റെ മറുപടി വരുമ്പോഴാണ് ഇന്നമ ഉപയോഗിക്കുക. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, അങ്ങാടിയിൽ പോകുന്നു, വസ്ത്രം ധരിക്കുന്നു, ഭാര്യ ബന്ധം സ്ഥാപിക്കുന്നു, മക്കളുണ്ടാകുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെപ്പോലെ തന്നെയാണ് എന്ന് മഹാനായ പ്രവാചകൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഓതി കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകന്റെ അവസ്ഥ തന്നെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. എന്നിട്ട് പറഞ്ഞു യൂഹാ ഇലൈ, എന്നിലേക്ക് വഹി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, പ്രവാചകൻ ആരല്ല, ഒരു മലക്കല്ല, ഒരു ജിന്നല്ല, മറ്റൊന്നുമല്ല, നമ്മളെപ്പോലുള്ള മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യനായിക്കൊണ്ട് തന്നെ പ്രത്യേകതകൾ വരുമ്പോഴാണല്ലോ അവിടെ പ്രത്യേകത ഉണ്ടാവുന്നത്. മറ്റൊരു രീതിയിലാണെങ്കിൽ അവിടെ പ്രത്യേകത പറയാനുമില്ലല്ലോ, അവിടെയാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആ ഒരു പ്രഖ്യാപനം പരിശുദ്ധ ഖുർആൻ നടത്തി, ബഷർ എന്നുള്ള പ്രയോഗം നടത്തി. ആ ബഷർ എന്നുള്ളൊരു പ്രയോഗത്തിന്റെ ശേഷം തന്നെ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, അള്ളാഹുവിന്റെ ആസ്തികത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നത് എനിക്ക് വഹയി വന്നുകൊണ്ടിരിക്കുന്നു. ഈ വഹയി എന്നുള്ളത് തന്നെയാണ് പ്രവാചകനെ സാധാരണ മനുഷ്യനിൽ നിന്നും അസാധാരണത്വം എന്ന ഒരു പ്രകടമായ ലക്ഷ്യം ആ ആയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആ പറഞ്ഞു വരുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാധാരണ മനുഷ്യനാണ് എന്നതൊക്കെ ആ പറഞ്ഞതിന്റെ പുറഭാഗം നമുക്ക് പാഠം നൽകുന്നുണ്ട്. എന്നാൽ സാധാരണ മനുഷ്യൻ അല്ലതാനും എന്നത് വ്യക്തമാക്കാനുള്ള ദലീലും യൂഹാ ഇലയ്യ പഠിപ്പിച്ചു തന്നു. എന്നാൽ ഈ ആശയങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട്, ഈ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അടങ്ങാത്ത സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്തു. അതിൽപ്പെട്ടാണ് ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി മദജ്ത ദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി എന്ന് പാടുകയുണ്ടായി. അവിടെ ഇങ്ങനെ ഒഴുകിപ്പോരുകയാണ്. അതായത് അദ്ദേഹം തന്നെ ആ ഇഷ്ക് മൂത്തിട്ട്, ആ ഹുബ്ബ് മൂത്തിട്ട് അദ്ദേഹത്തെ തന്നെ സ്വന്തം ഒരു ആളാക്കിയിട്ട് മുമ്പിൽ സങ്കല്പിച്ചിട്ട് ചോദിക്കാണ്, എന്താ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ന സ്ഥലത്തുള്ള കൂട്ടുകാർ ആലോചിച്ചിട്ടാണോ, ആ ഭാഗത്തുള്ള വൃക്ഷങ്ങൾ ആലോചിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കാണ്. നിന്റെ കൺതടത്തിലൂടെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നല്ലോ എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു വരുന്നു. ആ ചോദിച്ചു വന്നുകൊണ്ട് ആ ബൈത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം, ആ നടുകിലെത്തുമ്പോൾ കാണാം ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ലോകത്തെ വഹീദുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഫർദ് കാമിലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ വരുന്ന ഔസാഫുകൾ എന്തൊക്കെയോ എല്ലാം ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രബോധകനാണ്, ഒരു ഡോക്ടറാണ്, ഒരു സയന്റിസ്റ്റാണോ, സയന്റിസ്റ്റാണ്. പ്രവാചകൻ ഒരു പിതാവാണ്, പ്രവാചകൻ ഒരു അധ്യാപകനാണ്, പ്രവാചകൻ ഒരു കച്ചവടക്കാരനാണ്. ഇങ്ങനെ അങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ഒരു രാജാവാണോ ആണ്, ഒരു ഭരണാധികാരിയാണോ ആണ്, ഒരു കലക്ടറാണോ ആണ്, ഒരു ജഡ്ജിയാണോ, എല്ലാമാണ്. ഇപ്പൊ പ്രവാചകനിലേക്ക് നോക്കിയിട്ട് എന്തൊക്കെ ചോദിക്കാൻ പറ്റുമോ അതൊക്കെയും അവിടെ പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കേരളക്കാർ, നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങയുണ്ട്, തെങ്ങ്. അപ്പൊ ആ തെങ്ങിന് നോക്കിയിട്ട് തെങ്ങിന്റെ ഒരു വലിയ ഒരു കാണ്ഡം ഇങ്ങനെ പോയിട്ടുണ്ട്, അതിന് പട്ടയുണ്ട്, അതിൻ്റെ ഉള്ളില് തേങ്ങയുണ്ട്, ഇളനീരുണ്ട്, മൂത്ത തേങ്ങയുണ്ട്, അതിന്റെ ഇടയിൽ കുറച്ച് ചപ്പുകളുണ്ട്. എന്നിട്ട് ഒരാളിങ്ങനെ ചൂണ്ടിയിട്ട് ചോദിച്ചു, ഈ പറഞ്ഞ സാധനത്തിന് അതിന്റെ എല്ലാ വസ്തുതകളെയും അടങ്ങിയിട്ടൊരു പേര് പറയൂ എന്ന് പറഞ്ഞാൽ അവിടെ ബുദ്ധിയുള്ള മനുഷ്യൻ എന്താ പറയാൻ കഴിയുള്ളൂ? അദ്ദേഹം അതിന്റെ തണ്ടിൽ നിന്ന് താഴെടുത്തു, പട്ടയിൽ നിന്ന് പായെടുത്തു, പിന്നെ തേങ്ങന്റെ ഇളനീരിൽ നിന്ന് എടുത്തു, പിന്നെ നല്ല തേങ്ങയിൽ നിന്ന് കരിക്ക് കഴിഞ്ഞ് മൂത്ത തേങ്ങക്ക് എടുത്തു. അപ്പോ എന്ന് പറയാൻ കഴിയും? പറയില്ല. ഒറ്റ വാക്കിൽ മനസ്സിലാവാൻ വേണ്ടി എന്ത് പറയും? നാം എന്ത് പറയും? തെങ്ങ് എന്ന് പറയും, തെങ്ങുൻ എന്ന് പറയുമ്പോൾ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള ബന്ധം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യൂഹ എന്നത് കൊണ്ട് തന്നെ വ്യത്യസ്തമാക്കി തന്നു. അതേ സമയത്ത് ആ പ്രവാചകനിലേക്ക് ഈ പറയപ്പെട്ട ഔസാഫുകളും മുഴുവനും ചേർക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് നേരെ നോക്കിയിട്ട് നമുക്ക് ഡോക്ടറിൽ തൊബീബിൽ നിന്ന് ത്വായും, അധ്യാപകനിൽ നിന്നും മുഅല്ലിമിൽ നിന്നും മീമും,
അതുപോലെ തന്നെ മറ്റു എന്തൊക്കെ പറയാനുണ്ടോ അതിൽ നിന്നുള്ള ഓരോ അക്ഷരങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് ഒരു പേര് പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ എന്തേ പറയാൻ പറ്റുള്ളൂ? നമുക്ക് പ്രത്യക്ഷത്തിന് മനസ്സിലാകുന്ന ഒരു പേര് ബശറുൻ, ആ പദമാണ്, അതാണ് ആ ഉപയോഗിച്ചത്. ഇതൊക്കെ തഫ്സീറുകളിലേക്കും ആഴയിലേക്കും ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ല അഫലാ തഅഖിലൂൻ അഫലാ തതദബ്ബറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേന്ന്. അപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബഷർ എന്ന് ഏത് നിലക്ക് പ്രയോഗിച്ചു എന്ന് കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിക്കും. അതായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ മേലുള്ള മദ്ഹുകളാണ് നമ്മൾ മൗലിദ് കിതാബുകളിലൊക്കെ ഓതിക്കൊണ്ടിരുന്നത്. ആ ഓതിക്കൊണ്ടിരിക്കുന്ന മൗലിദ് കിതാബുകളിൽ അരുതാത്തതുണ്ട് പോൽ എന്നൊക്കെയാണുള്ള കേൾവികൾ. അങ്ങനെ ഒന്ന് പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ട് ഉണ്ടോ? ഒരിക്കലും അങ്ങനെ കാണാൻ സാധ്യമല്ല. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ വാക്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയിൽ കാണാം. സൂറത്ത് ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയിൽ കാണാം. അവസാനത്തെ ആയത്തിലേക്ക് നോക്കൂ. അവിടെ കാണാം وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا. على وقف جازم ജായിസാണ്. അവിടെ നിർത്താം. ഇനി അവിടെ ഇങ്ങോട്ട് وإنك لتهدي إلى صراط مستقيم. ആരോടാണ് പറയുന്നത്? തീർച്ചയായിട്ടും യാ മുഹമ്മദ്. തഫ്സീറുകൾ പരിശോധിച്ച് നോക്കി, ഇബ്നു കസീർ അതുപോലുള്ള എല്ലാ തഫ്സീറും നോക്കിയാൽ കാണാം ഇന്നക തീർച്ചയായിട്ടും നബിയെ തങ്ങൾ ലതഹ്ദി തീർച്ചയായിട്ടും ഹിദായത്തിന്റെ വഴിയിലേക്ക് ചേർക്കും. ഇലാ സിറാത്തിൻ മുസ്തഖീം. അങ്ങനെ സിറാത്തിൻ മുസ്തഖീം, തഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീമായ പാതയിലേക്ക് നിങ്ങൾ ചേർക്കും. ആലോചിച്ച് നോക്ക്. അള്ളാഹു പറഞ്ഞു ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നബിയെ തങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലേക്ക് പോകാൻ പാടില്ല. ഒരു ഭാഗത്ത് പറഞ്ഞു, ഇവിടെ എങ്ങനെയും പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ പറഞ്ഞതിന്റെ ഈ ആയത്തിന്റെ ബാഹ്യഭാഗം എടുത്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? നിങ്ങൾ സിറാത്തുൽ മുസ്തഖീം, പ്രവാചകൻ നിങ്ങൾ നേരിട്ട് നിങ്ങൾ ഹിദായത്തിലേക്ക് ആക്കുമെന്ന് അർത്ഥം വെക്കാലോ. പക്ഷെ അങ്ങനെ വെക്കണമെന്ന് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ആ ആയത്ത് ഓതുമ്പോഴേക്കിന് നമ്മൾ ഇസ്ലാമിന് പുറത്തു പോകുന്ന രീതിയോ അല്ലെങ്കിൽ അരുതാത്തത് ചെയ്തു എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? നാം ഇസ്ലാമിന് പുറത്തു പോകും. എങ്കിൽ ഇതേ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രവാചകനോടുള്ള സ്നേഹവും ബന്ധവും നിലനിർത്തിക്കൊണ്ട് ആ പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമുള്ള ദലീലുകൾ, അതിന്റെ ലക്ഷ്യങ്ങൾ പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാലോ, തൗറാത്തിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സംഭവത്തെ കുറിച്ചും ആ ഒരു വസ്തുതയെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്നെ ഇങ്ങനെയാണ്: ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. ഇങ്ങനെയാണ്. അതായത് വലമ്മ ജാഅഹും കിതാബു മിൻ ഇൻദില്ലാഹി, അതായത് ഖുർആൻ ഷരീഫ് അവർക്ക് വന്നുപെട്ടപ്പോൾ, അവരുടെ അടുക്കൽ വന്നു. മുസദ്ദിഖൻ ലിമാ മഅഹും, അവരുടെ അടുക്കലുള്ള ഒന്നിനെ അത് വാസ്തവമാക്കുകയും ചെയ്തു. തൗറാത്ത് അത് സത്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഖുർആൻ വരുന്നത്. വകാനു യഅനി അൽ യഹൂദ് ആയിരുന്നു യഹൂദികൾ. മിൻ ഖബലി മുബ്അസ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വരവിന് മുമ്പ്, യസ്തഫ്തിഹൂൻ, അവർ യസ്തൻസിറു, പരസ്പരം സഹായം തേടുന്നവരായിരുന്നു. അലല്ലദീന കഫറു, കാഫറായ വിഭാഗത്തിന്റെ എതിരില്, ഐ അലാ മുശ്രിക്കിൽ അറബ്, വദാലിക, അതെങ്ങനെയാണ്? അന്നഹും കാനു, അവരായിരുന്നു, യഖൂലൂന, അവർ പറഞ്ഞിരുന്നു, ഇദാ അഹ്സനഹും അംറു, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ ദുഃഖിതരായാൽ അവർ പറയുമായിരുന്നു, വദഹമഹും അദുവൻ, ശത്രുപക്ഷത്തിൽ നിന്ന് വല്ല ഭീതിപ്പെടുത്തുന്ന സംഭവം ഉണ്ടായാൽ അവർ പറയുമായിരുന്നു, അല്ലാഹുമ്മ അൻസുർനാ അലൈഹിം, ഞങ്ങളെ അവരുടെ എതിരിൽ സഹായിക്കണേ. ആരെ മുതവസ്സിലാക്കിയിട്ട്, ആരെ കൊണ്ട്, ജാഹ് കൊണ്ട്, ആരെ കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു? ബിൻ നബിയ്യി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മബ്ഊദ് ഫി ആഖിറിസ് സമാൻ, ആഖിറുസ് സമാനിൽ വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇടതേടുന്നു എന്ന് വ്യക്തമായിട്ടും പറയുന്ന ആയത്ത് നമുക്ക് വിശദീകരണം തരികയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ വിഷയം പ്രതിപാദിച്ചുകൊണ്ട് ഏകദേശം 20ഓളം വരുന്ന തഫ്സീറുകളിൽ പറയുന്നുണ്ട്, അങ്ങനെ ജാഹു കൊണ്ട് അവരുടെ സ്നേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നതിൽ അനുവദനീയമാണ് എന്ന വിഷയം നമുക്ക് പാഠം നൽകുന്നുണ്ട്. അതൊരു അനുവദനീയമായ വിഷയമാണ്, മുബാഹായ ഒരു വിഷയമാണ്. അതിനെ നിർബന്ധമാണ് എന്ന്
ശാഠ്യം പിടിക്കേണ്ടുന്ന ഒരു വസ്തുതയൊന്നുമില്ല. അപ്പോൾ അതുപോലെയുള്ള ആശയങ്ങൾ മാത്രമേ പരിശുദ്ധമായ മദ്ഹ് റസൂൽ പറയുന്നിടത്ത് കാണാൻ സാധിക്കൂ എന്ന് മാത്രമല്ല, അതേപോലുള്ള വിഷയങ്ങളെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഹദീസുകൾ ഇഷ്ടം പോലെ. അതിന് വേണ്ടത് എന്താ? പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ അങ്ങ് പഠിച്ചാൽ മതി. ആ മുഅ്ജിസത്തിലേക്കുള്ള ബാബിനെ പഠിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ചിന്തയിലേക്ക് ഇട്ടു തരികയാണ്. ആ ഓരോ മുഅ്ജിസത്തുകളും ഓരോ പ്രവാചകന്റെ ഇടപെടലുകളും മനസ്സിലാക്കുമ്പോൾ പ്രവാചകനോട് സ്വഹാബത്തി എങ്ങനെ ചോദിച്ചു, പ്രവാചകൻ അതിന് എങ്ങനെ മറുപടി പറഞ്ഞു, രോഗിയായ സന്ദർഭത്തിൽ എങ്ങനെ പറഞ്ഞു, മറ്റുള്ള വിഷമങ്ങൾ വന്നപ്പോൾ എങ്ങനെ പറഞ്ഞു, യുദ്ധവേളയിൽ എങ്ങനെ പറഞ്ഞു, അപ്പോൾ അതൊക്കെ പ്രവാചകനെ കൊണ്ട് കഴിയുമെന്നതുകൊണ്ട് ഒക്കെ ചെയ്യുന്നതും അല്ലാഹു റബ്ബുൽ സുബ്ഹാനഹു വ തആല തന്നെയാണ്. ഏതുപോലെ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, ആ മുസ്തഖീമായ പാതയിലേക്ക് നിങ്ങൾ ചേർക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മനസ്സിലാക്കണം. റസൂലുള്ളാഹിനെ ചേർക്കുമെന്ന് പറഞ്ഞു, റസൂലുള്ളാഹി ചേർക്കോ? നമ്മളാരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷെ ആ പ്രവാചകന്റെ ഒരു കാരണമാണ്, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഈ ബൈത്തിന്റെ ഉള്ളിൽ കൊടുക്കുകയുള്ളത്. അവിടെ ഇന്നും എവിടെയും അങ്ങനെ ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന ശീലില കെട്ടിപ്പടച്ചുണ്ടാക്കാൻ ശ്രമിച്ചാൽ കെട്ടിപ്പടച്ചവന് തകർന്നതപരിതമായി പോകും എന്ന് മാത്രമേ അതിൽ നമുക്ക് പഠിക്കാനുള്ളൂ. എന്നതുകൊണ്ട് തന്നെ പറയട്ടെ, വളരെ വ്യക്തമായും ഈ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം കൊണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? ഒരാൾക്ക് അങ്ങനെയുള്ള ആ ജാഹ് കൊണ്ടും മറ്റതുകൊണ്ടും ഒക്കെ ഉള്ളത് മനസ്സിൽ തട്ടിയിട്ട് കൊള്ളുന്നില്ല, അവനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, അവനത് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. നമ്മളാരും വാശി പിടിക്കുന്നില്ല, ചെയ്യണ്ട. പക്ഷെങ്കിൽ അനുവദനീയമായ കാര്യം, ചെയ്തിട്ടുള്ള കാര്യം, ദലീലുകൾ നിറക്കപ്പെട്ട കാര്യത്തിന് ജഹദ് ചെയ്യാൻ നിഷേധാത്മകമായ ഒരു നിലപാടിലേക്ക് വരരുത് എന്ന് അവിടെ മാത്രമാണ് ചിന്തിക്കാനുള്ളത്. ഈ പറയപ്പെട്ട രണ്ടായത്തുകളുടെ വിശദീകരണങ്ങളൊക്കെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ, ബേജാറ് വെപ്പാളമൊന്നുമില്ലാതെ നമ്മുടെ ഈമാനിനെ വളരെ വളരെ ശക്തമായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന വസ്തുത നമുക്ക് വ്യക്തമാണ് എന്ന് വളരെ കുറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന്റെ ടെക്സ്റ്റുകളിലേക്കും മറ്റിലേക്കും ഓടിപ്പോയി ഉള്ള ഈമാനം നഷ്ടപ്പെടുത്താതെ ഇപ്പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് നമ്മുടെ ചിന്ത ഒന്ന് വികസിപ്പിച്ചിട്ട് കാര്യബോധത്തോടെ ഗ്രഹിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാകും, ഇല്ലാതെയാവും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഖൈറിനെ പറയാൻ, അത് കേൾക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ, പ്രായോഗികമാക്കാൻ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ മുഹബ്ബീങ്ങൾ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാ സദുദ്ധമങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. ദീനിനെ പഠിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. നമ്മുടെ ഈമാനിനെ അള്ളാഹു കാത്ത് രക്ഷിക്ക് നല്ല ഈമാനോടുകൂടെ ഇവിടെ നിന്ന് വിട പറയുന്ന യഥാർത്ഥ മുത്തഖീങ്ങളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സല്ലു അല നബിയിൽ മുസ്തഫൽ മുഖ്താർ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.